ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്റ്റഡി IQ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക് എന്ന വിഭാഗത്തിൽപ്പെട്ട ഭാരതീയ ന്യായ സംഹിത എന്ന ടോപ്പിക്കാണ്. സിലബസിൽ 5 മാർക്കാണ് ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്ലാസ്സാണിത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11-നാണ്. ഭാരതീയ ന്യായ സംഹിത ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11-നാണ്. പാർലമെൻറ്റിൽ ഈ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ ആണ്. പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ചതാരാണ്? അമിത് ഷാ ആണ്. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്താണ്? ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12-നാണ്. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12-നാണ്. നമ്മുടെ ഭാരതീയ സംഹിത ബിൽ ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നാണ്. ബിൽ ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നാണ്. അതുപോലെ തന്നെ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-നാണ്. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-നാണ്. പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. അങ്ങനെ ഈ നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഭാരതീയ ന്യായ സംഹിത ബിൽ ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മന്ത്രിയാണ് അമിത് ഷാ. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ശേഷം പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12-നാണ്. അതിനുശേഷം ബിൽ ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നും രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-നും പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 4 ദിവസങ്ങൾക്ക് ശേഷം 2023 ഡിസംബർ 25-നും ഈ നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1-നുമാണ്. അതുപോലെ തന്നെ 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC എന്നതിന് പകരമായി കൊണ്ടുവന്ന ഒരു നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. BNS അഥവാ ഭാരതീയ ന്യായ സംഹിത എന്നതിലെ അധ്യായങ്ങൾ 20-ഉം സെക്ഷനുകൾ 358-ഉമാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ അധ്യായങ്ങൾ 20, സെക്ഷൻസ് 358. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോറിലായിരുന്നു. മധ്യപ്രദേശിലെ ഗോളിയോർ. അതൊരു ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോർ, മധ്യപ്രദേശ്. അതൊരു ബൈക്ക് മോഷണ കേസായിരുന്നു. അടുത്തത് കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയായിരുന്നു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലായിരുന്നു. അത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിനായിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊളോണിയൽ കാലഘട്ടത്തിലെ ശിക്ഷകൾക്ക് പകരം നീതി കേന്ദ്രീകൃത സമീപനം കൊണ്ടുവരിക,
പോലീസ് അന്വേഷണങ്ങളിലും കോടതി നടപടിക്രമങ്ങളിലും സാങ്കേതിക പുരോഗതി സമന്വയിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ശിക്ഷകൾക്ക് പകരം നീതി കേന്ദ്രീകൃത സമീപനം കൊണ്ടുവരിക, പോലീസ് അന്വേഷണങ്ങളിലും കോടതി നടപടിക്രമങ്ങളിലും സാങ്കേതിക പുരോഗതി സമന്വയിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം, ആൾക്കൂട്ട കൊലപാതകം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് മെച്ചപ്പെട്ട ശിക്ഷകൾ എന്നിവ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നു. പുതിയ കുറ്റകൃത്യങ്ങൾ അതായത് തീവ്രവാദം, ആൾക്കൂട്ട കൊലപാതകം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് മെച്ചപ്പെട്ട ശിക്ഷകൾ എന്നിവ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിസ്സാര കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായി സമൂഹ സേവനത്തെ അവതരിപ്പിക്കുന്നു. അതായത് BNSൽ ഉൾപ്പെടുത്തിയ പുതിയൊരു ശിക്ഷാരീതിയാണ് സാമൂഹ്യ സേവനം എന്നുള്ളത്. അതുപോലെ തന്നെ ഭീകരപ്രവർത്തനത്തെക്കുറിച്ചിട്ടും BNSൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുള്ളതോ ആയ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീതി ഉളവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതോ ആയ പ്രവൃത്തികൾ എന്നിവയാണ് ഭീകരപ്രവർത്തനങ്ങളായിട്ട് പ്രതിപാദിക്കുന്നത്. അതായത് ഭീകരപ്രവർത്തനങ്ങളും ഇതിൽ BNSൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ വംശം, ജാതി, സമുദായം, ലിംഗഭേദം, ജനനസ്ഥലം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം തുടങ്ങിയ കാരണങ്ങളാൽ 5 അതിലധികമോ പേർ ആൾക്കൂട്ട കൊലപാതകം നടത്തിയാൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റമായി ഇപ്പോൾ BNSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 5 അതിലധികമോ പേർ ഒരു വംശത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ലിംഗഭേദം, ജനനസ്ഥലം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തിയാൽ അതിനുള്ള ശിക്ഷയായിട്ട് വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ തടവോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പരിശോധനയിലും പിടിച്ചെടുക്കലിലും വീഡിയോ എടുക്കൽ നിർബന്ധമാണ്. അത്തരം റെക്കോർഡിംഗ് ഇല്ലാതെ ഒരു കുറ്റപത്രത്തിനും എന്തില്ല, സാധ്യതയില്ല. പരിശോധനയിലും പിടിച്ചെടുക്കലിലും വീഡിയോ എടുക്കൽ എന്ത് ചെയ്യണം, നിർബന്ധമാക്കി. അത്തരം റെക്കോർഡിംഗ് ഇല്ലാതെ ഒരു കുറ്റപത്രത്തിനും എന്തില്ല, സാധ്യത ഇല്ല എന്നാണ് BNSൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ BNSൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്നയാൾക്ക് ജയിൽ ശിക്ഷയുടെ 1/3 അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കോടതി ജാമ്യത്തിൽ വിടും. അതായത് ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്നയാൾക്ക്, അതായത് ആദ്യമായി ഒരു കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾ ജയിൽ ശിക്ഷയുടെ 1/3 ഭാഗം അനുഭവിച്ച് കഴിഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം, കോടതിയെ ജാമ്യത്തിൽ വിടാം. അടുത്തത് 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന എല്ലാ കേസുകളിലും ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടണം. 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന എല്ലാ കേസുകളിലും ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടണം. ഇതൊക്കെയാണ് BNSുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് സിലബസിലില്ലെങ്കിലും ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എല്ലാവരും ഇത് ശരിക്ക് കേൾക്കണം. ഓക്കെ, അടുത്തതായി നമുക്ക് സെക്ഷനിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിലബസ് വൈസ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന ഭാഗമാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 2. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് ആണ് സെക്ഷൻ 2. ഫസ്റ്റ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 2-3. സെക്ഷൻ 2-3 എന്നത് കുട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാണ് കുട്ടി? 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ BNS പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ് കുട്ടിയായി കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്, കുട്ടിയാണ്.
അടുത്തത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 2-4. സെക്ഷൻ 2-4 കൗണ്ടർ ഫെയ്റ്റിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 2-4 എന്താണ് പറയുന്നത്? കൗണ്ടർ ഫെയ്റ്റ് അഥവാ കപടാനുകരണം നടത്തുക. കൗണ്ടർ ഫെയ്റ്റ് എന്നാൽ എന്താണ്? കപടാനുകരണം നടത്തുക. അതായത് നമ്മൾ ഒരു സാധനത്തിൻ്റെ സാദൃശ്യം മുഖേന, അതായത് ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനോടുള്ള സാദൃശ്യം മുഖേന കബളിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അതുമൂലം കബളിപ്പിക്കൽ നടക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ സാദൃശ്യമാക്കുന്ന വ്യക്തി കപടാനുകരണം നടത്തുന്നതായി പറയാം. ഒന്നുമില്ല, നമ്മൾ ഒരു ഒറിജിനലിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്ന ഒരു രീതി, അതാണ് കപടാനുകരണം നടത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു സാധനത്തിൽ സെക്ഷൻ 2-4 എന്തിനെ പ്രത്യേകം പ്രതിപാദിക്കുന്നത്? കൗണ്ടർ ഫെയ്റ്റ് അഥവാ കപടാനുകരണം നടത്തുക. ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനോടുള്ള സാദൃശ്യം മുഖേന കബളിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അതുമൂലം കബളിപ്പിക്കൽ നടക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ സാദൃശ്യമാക്കുന്ന വ്യക്തി കപടാനുകരണം നടത്തുന്നതായി പറയാം. അതാണ് കപടാനുകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ള പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 2-8. സെക്ഷൻ 2-8നെ കുറിച്ച് പറയുന്നത് ഡോക്യുമെൻ്റ് എന്നാണ്, അഥവാ രേഖ. സെക്ഷൻ 2-8 എന്താണ്? ഡോക്യുമെൻ്റ് അഥവാ രേഖ. എന്തെല്ലാമാണ് രേഖകളെന്ന് നമുക്ക് നോക്കാം. തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും കാര്യം അക്ഷരങ്ങൾ, സംഖ്യകൾ, അടയാളങ്ങൾ എന്നിവ വഴി ഒരു പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളതാണ് എന്തറിയപ്പെടുന്നത്? രേഖയായി അറിയപ്പെടുന്നത്. അതായത് തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും കാര്യം അഥവാ അക്ഷരങ്ങളാവാം, സംഖ്യകളാവാം, അടയാളങ്ങളാവാം എന്നിവ വഴി ഒരു പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, രേഖ എന്നതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് രേഖകളും ഉൾപ്പെടുന്നു. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക് രേഖകളും രേഖയായിട്ട് എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരു കോൺട്രാക്റ്റിലെ നിബന്ധനകൾ പ്രകടമാക്കുന്നതും ആ കോൺട്രാക്റ്റിന് തെളിവായി ഉപയോഗിക്കാവുന്നതുമായ ലിഖിതം. ഒരു കോൺട്രാക്റ്റിലെ നിബന്ധനകൾ പ്രകടമാക്കുന്നതും ആ കോൺട്രാക്റ്റിന് തെളിവായി ഉപയോഗിക്കാവുന്നതുമായ ലിഖിതം. അതുപോലെ തന്നെ ബാങ്കർക്കുള്ള ചെക്ക്, ഈ ബാങ്കർക്കുള്ള ചെക്കും ഒരു രേഖയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി ഇല്ലേ, പവർ ഓഫ് അറ്റോർണി, അതും ഒരു രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തതാണ് തെളിവായി ഉപയോഗിക്കാവുന്ന ഭൂപടമോ പ്ലാനോ. നമുക്ക് തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭൂപടമോ പ്ലാനോ എന്താണ്? രേഖയാണ്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ലിഖിതം, നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ലിഖിതവും എന്താണ്? രേഖയാണ്. അപ്പോൾ എന്തൊക്കെയാണ് രേഖയായിട്ട് പ്രതിപാദിക്കുന്നത്? ഡിജിറ്റൽ ഇലക്ട്രോണിക് രേഖകൾ രേഖയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിലെ നിബന്ധനകൾ പ്രകടമാക്കുന്നതും ആ കോൺട്രാക്റ്റിന് തെളിവായി ഉപയോഗിക്കാവുന്നതുമായ ലിഖിതം എന്താണ്? രേഖയാണ്. അടുത്തതാണ് ബാങ്കർക്കുള്ള ചെക്ക് ഒരു രേഖയാണ്. പവർ ഓഫ് അറ്റോർണി ഒരു രേഖയാണ്. തെളിവായി ഉപയോഗിക്കാവുന്ന ഭൂപടമോ പ്ലാനോ ഒരു രേഖയാണ്. നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ലിഖിതം ഒരു രേഖയാണ്. ഇതൊക്കെയാണ് രേഖയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സെക്ഷൻ 2-13. സെക്ഷൻ 2-13 ഹാർബറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹാർബർ എന്താണ്? അഭയം അഥവാ ഹാർബർ എന്നറിയപ്പെടുന്നത് അഭയം എന്നാണ്. സെക്ഷൻ 2-13 ഹാർബർ അഥവാ അഭയം എന്നാണ് ഹാർബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അഭയം? ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് അഭയം? ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നതാണ് അഭയം. അപ്പോൾ എന്താണ് അഭയം? മനസ്സിലായല്ലോ. ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ സഹായിക്കുക, അയാൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുക, അയാൾക്ക് എന്ത് ചെയ്യുക? ഭക്ഷണം പാനീയം, അയാളെ എന്ത് ചെയ്യുക? വീട്ടിൽ താമസിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അഭയം എന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കാം.
ഇതുവരെ നോക്കിയ സെക്ഷൻസ് നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സിലബസിൽ പറയുന്നത് 2-3 2-3 പ്രതിപാദിക്കുന്നത് കുട്ടിയാണ്. കുട്ടി ആരാണ്? കുട്ടി BNS പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്? കുട്ടിയാണ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് 2-4 2-4 നമ്മൾ പറഞ്ഞത് എന്താണ്? കൗണ്ടർ ഫെയ്റ്റിനെ കുറിച്ചിട്ടാണ്. കൗണ്ടർ ഫെയ്റ്റ് എന്നാൽ കപടാനുകരണം നടത്തുക. അതായത് ഒരു സാധനത്തിന് സാദൃശ്യമുള്ള ഒരു ഒറിജിനൽ സാധനത്തിനോട് സാദൃശ്യമുള്ള മറ്റൊരു സാധനം എന്ത് ചെയ്യുക? വെച്ചുകൊണ്ട് ഒരാളെ എന്ത് ചെയ്യുക? വഞ്ചിക്കുക അഥവാ പറ്റിക്കുക. ഇതാണ് എന്ത്? കപടാനുകരണം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നമുക്ക് പഠിച്ചത് ഏതാണ്? സെക്ഷൻ 2-8 അഥവാ ഡോക്യുമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഡോക്യുമെൻ്റ് അഥവാ രേഖ. അതായത് നമുക്ക് തെളിവായി ഉപയോഗിക്കാൻ കഴിയുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും കാര്യം അഥവാ അക്ഷരം, സംഖ്യകൾ, അടയാളങ്ങൾ അതൊക്കെ എന്താണ്? രേഖയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക് രേഖകളും ഈ രേഖയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിലെ നിബന്ധനകൾ പ്രകടമാക്കുന്നതും ആ കോൺട്രാക്റ്റിന് തെളിവായി ഉപയോഗിക്കുന്നതുമായ ലിഖിതം, ബാങ്കർക്കുള്ള ചെക്ക്, പവർ ഓഫ് അറ്റോർണി, ഭൂപടം, അതുപോലെ തന്നെ പ്ലാന്, നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ലിഖിതം, ഇതൊക്കെ എന്താണ്? രേഖയായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അടുത്താണ് നമ്മൾ പറഞ്ഞത് 2-13 ഹാർബർ അഥവാ അഭയം. അഭയം പറഞ്ഞാൽ എന്താ? ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിക്ക് എന്ത് ചെയ്യുക? രക്ഷപ്പെടാൻ സഹായം നൽകുക. അതുപോലെ തന്നെ ഭക്ഷണം, പാനീയങ്ങൾ, അയാൾക്ക് വസ്ത്രം, ആയുധം, വെടിക്കോപ്പ്, വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അയാൾ അതുകൊണ്ട് അതാണ് അഭയം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ BNSൽ ഇത്രയും സെക്ഷൻസാണ് നോക്കുന്നത്. ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ഇത് നല്ലോണം റിപ്പീറ്റേഷൻ ചെയ്ത് കേൾക്കുക. അത്യാവശ്യം എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ.